നമ്മുടെ കേരള സർക്കാരിനോട് കെഞ്ചി കെഞ്ചി മടുത്ത് ഏറ്റവും ഒടുവിൽ ഇതാ സപ്ലൈകോ ആ കടുംകൈക്ക് മുതിരുകയാണ്. മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വരദാനത്തിന് സപ്ലൈകോയെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. 1600 കോടിയാണ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് സപ്ലൈകോ. 1/3 അടിയന്തിരമായി അനുവദിച്ചില്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്ന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സപ്ലൈകോ. 800 കോടിയിലധികം കുടിശ്ശികയായതോടെ സ്ഥിരം കരാറുകാർ ആരും ടെൻഡറിൽ പോലും പങ്കെടുക്കുന്നില്ല. ക്രിസ്മസ് പുതുവത്സര വിപണിയിലടക്കം കടുത്ത പ്രതിസന്ധി നേരിട്ട സപ്ലൈകോ ഇനി ഇങ്ങനെ മുന്നോട്ടു പോകാനാകില്ലെന്ന നിലപാടിലാണ്. പണമില്ലാ പ്രതിസന്ധിയുടെ ആഴം പറഞ്ഞതിനപ്പുറം അടിയന്തിരമായി 500 കോടിയെങ്കിലും അനുവദിച്ചേ തീരുവെന്ന് മുഖ്യമന്ത്രിയെ വകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിലവർധനയെക്കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. 2016 മുതൽ വിവിധ ഘട്ടങ്ങളിലായി വിപണിയിൽ ഇടപെട്ട വകയിൽ 1600 കോടിയോളം കുടിശ്ശികയാണ് സപ്ലൈകോയ്ക്കുള്ളത്. UDF കാലത്തുണ്ടായിരുന്ന പരമാവധി 25% സബ്സിഡിയിൽ കുറയാത്ത വില ക്രമീകരണമാണ് പരിഗണിക്കുന്നതെന്നാണ് സൂചന. നിലവിൽ ഇത് 50%-ഓളമാണ്. മാത്രമല്ല വിപണിയിലെ വില വ്യത്യാസത്തിനനുസരിച്ച് അതാത് സമയത്ത് സബ്സിഡി പുനഃക്രമീകരിക്കാനും ശുപാർശയുണ്ട്. കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി ഏർപ്പെടുത്തുന്നതും ഔട്ട്ലെറ്റുകളെ ജനപ്രിയമാക്കാനുമുള്ള നിർദ്ദേശങ്ങളിലും സർക്കാർ നിലപാടായിരിക്കും അന്തിമം എന്ന് പറയുന്നത്. മാത്രമല്ല സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില വർധനവ് ഉടനുണ്ടാകും. വില കൂട്ടുന്നത് പഠിക്കാൻ നിയോഗിച്ച സമിതി കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വിപണി വിലയേക്കാൾ കുറവായിരിക്കും സപ്ലൈകോ സാധനങ്ങൾക്കെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുകയും ഉണ്ടായി. ജനങ്ങളുടെ മേൽ അമിത ഭാരം ഏൽപ്പിക്കില്ലെന്നും ഇതുവഴി ഭക്ഷ്യമന്ത്രി ഉറപ്പു നൽകുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. സപ്ലൈകോയ്ക്ക് മേൽ സർക്കാർ ഇടപെടുന്നത് കണ്ടാൽ തോന്നും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും അവർക്കില്ലെന്ന്. 2016 വില കൂട്ടിയതിനു ശേഷം സപ്ലൈകോയിൽ വില വർധനവ് ഉണ്ടായിട്ടില്ലെന്നാണ് സർക്കാർ വാദം. അന്ന് വില കൂട്ടിയപ്പോൾ വിപണി വിലയുടെ 25% മാത്രമായിരുന്നു സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില എന്ന് പറയുന്നത്. ഇക്കുറി വില കൂട്ടുമ്പോഴും വിപണി വിലയുടെ 25% മാത്രമായിരിക്കും സപ്ലൈകോയിലെ നിരക്കെന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. വില കൂട്ടുന്നത് സംബന്ധിച്ച് സപ്ലൈകോയിലെ സാഹചര്യം പഠിക്കാൻ നിയോഗിച്ച സമിതി ഇക്കാര്യങ്ങളടക്കം സർക്കാരിനെ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. നിലവിൽ 13 സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോയിലൂടെ നൽകുന്നത്. സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കൂട്ടുന്നതും ഭക്ഷ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. വില കൂട്ടാനുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം അംഗീകരിച്ചാൽ ഉടൻ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അതിനിടെ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. കുടിശ്ശിക തീർക്കാത്തതിനാൽ സാധനങ്ങളുടെ ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതും സപ്ലൈകോയ്ക്ക് തിരിച്ചടിയാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങൾ മാസങ്ങളായി എത്തിയിട്ടില്ല. വില കൂട്ടുന്നതിനൊപ്പം സാധനങ്ങളുടെ ലഭ്യത കൂടി ഉറപ്പാക്കിയാലേ സപ്ലൈകോയുടെ പ്രവർത്തനം സുഗമമാകൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും സർക്കാർ കൃത്യമായ ഒരു നിലപാടെടുക്കാതെ കടങ്ങൾ വീട്ടാതെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ്. എല്ലാത്തിനുമൊടുവിൽ സർക്കാർ നേരത്തെ പറഞ്ഞ ഒരു വഴിയുണ്ട്. സർക്കാർ കണ്ടുപിടിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് സപ്ലൈകോ വഴി മദ്യം വിൽക്കാം എന്നതായിരുന്നു. കുടിശ്ശികയിൽ അല്പമെങ്കിലും വേണം, അല്ലെങ്കിൽ പൂട്ടിയിടേണ്ടി വരും എന്ന് സപ്ലൈകോ പറയുമ്പോൾ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കാനാണ് സർക്കാരിന്റെ ഭാവമെങ്കിൽ സാധാരണക്കാരന്റെ തലയിൽ തീ കോരിയിടുന്നതിന് തുല്യമാകുമത് എന്നുറപ്പാണ്. 500 കോടിയെങ്കിലും അടിയന്തിരമായി അനുവദിക്കണമെന്നാണ് സപ്ലൈകോയുടെ അഭ്യർത്ഥന. വകുപ്പ് മന്ത്രിക്കാണ് ഇത് സംബന്ധിച്ച് വിവരം നൽകിയിട്ടുള്ളത്. പ്രതിസന്ധി തരണം ചെയ്ത് ഒരു വിധത്തിലും മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയിലാണ് സപ്ലൈകോ ഉള്ളത്. ഇനിയെങ്കിലും സർക്കാർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അവശ്യ സാധനങ്ങൾക്ക് മുറവിളി കൂട്ടി സർക്കാരിനെതിരെ ജനം തെരുവിലിറങ്ങുന്ന കാഴ്ച വിദൂരമായിരിക്കില്ല.